ബു എല്ലാവർക്കും ഹായ്. നമ്മുടെ ഇന്നത്തെ വിഷയം ക്രേവിംഗ് ആണ്. അപ്പോൾ ക്രേവിങ്ങിൻ്റെ മലയാളം അർത്ഥം അല്ലെങ്കിൽ അഡിക്ഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മദ്യാസക്തനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രേവിംഗ് അർത്ഥമാക്കുന്നത് മദ്യത്തോടുള്ള ആർത്തി, അല്ലെങ്കിൽ മദ്യത്തോടുള്ള കൊതി, അല്ലെങ്കിൽ മദ്യത്തോടുള്ള ആസക്തി എന്ന രീതിയിലാണ്. നമ്മുടെ ചികിത്സയുടെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള യാത്രയിൽ നമ്മൾക്ക് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിൽ ദ ക്രേവിങ്. എങ്ങനെയാണ് ഈ ക്രേവിങ്ങിനെ നശിപ്പിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ സഹായിക്കുന്ന പാഠങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഒരു മദ്യാസക്തൻ, ഞാൻ ഉൾപ്പെടുന്ന ഒരു മദ്യാസക്തൻ മീറ്റിങ്ങിൽ നിന്നും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ യാത്രയിലൂടെയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം കുടിക്കുക അല്ലെങ്കിൽ വീണ്ടും കുടിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഒബ്സഷൻ, മെൻ്റൽ ഒബ്സഷൻ, അല്ലെങ്കിൽ കമ്പൽഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് എനിക്ക് വേണം, എനിക്ക് കുടിക്കണം എന്നുള്ള രീതിയിലേക്ക് എൻ്റെ മനസ്സ് വീണ്ടും എത്തിച്ചേരുകയും നമ്മൾ ഓടിപ്പോയി കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ധാരാളം പഠനങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പഠനത്തിൻ്റെ പേര് ERP എന്നാണ്. അതൊരു ടെക്നോളജിയാണ്. അതൊരു മാജിക് ബുള്ളറ്റ് അല്ല എന്ന് പറയുക. കാരണം വെച്ചാൽ ERP എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ ക്രേവിങ്ങിനെ നിർത്തുക എന്ന് പറയുന്ന ഒരു അത്ഭുത സിദ്ധിയൊന്നുമില്ല, അല്ലെങ്കിൽ അഡിക്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ തീരുമാനങ്ങളെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അഡിക്ഷനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതൊരു പുതിയ ടൂളാണ്. എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് നമ്മൾ വരുന്നത് തന്നെ ഒരു ദീർഘകാലത്തെ മദ്യത്തോടുള്ള യുദ്ധത്തിന് ശേഷമാണെന്ന് പറയാറുണ്ട്. ആ യുദ്ധത്തിൽ, അല്ലെങ്കിൽ അഡിക്ഷൻ്റെ യുദ്ധത്തിൽ, മദ്യത്തോടുള്ള അടിമത്തത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷ നേടിയെടുക്കാൻ സാധിക്കും, അതാണ് ERP. നമ്മുടെ ക്രേവിങ്, അത് നമ്മളെ ഡോക്ടർ സെൽക്വർത്ത് നമ്മുടെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ERP എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി എന്നാണ്. അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മദ്യാസക്തനെ അവൻ്റെ ഭയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആൻഷൈറ്റിയിൽ നിന്ന്, അതിശക്തമായ അഡിക്ഷനിൽ നിന്ന് എങ്ങനെ മാറിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ മാറിയൊരു വഴിയിലേക്ക് കൊണ്ടുവരാം എന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ERP, അല്ലെങ്കിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഏതായാലും നമ്മൾ അതിനെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ക്രേവിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെ നമ്മൾക്ക് അഡിക്ഷനിൽ, അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്ന അഡിക്ഷനിൽ നിന്ന്, കൊതിയിൽ നിന്ന് വീണ്ടും കുടിക്കണമെന്നുള്ള കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മളിൽ പലരും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടിച്ചിരുന്നത് നല്ല സുഹൃത്ത് ബന്ധത്തെ നിലനിർത്താനായിട്ട്, ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ സഹപ്രവർത്തകരുമായിട്ട് കൂട്ടുകൂടാനായിട്ട്, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ കഠിനമായ പകലിലെ കഠിനാധ്വാനത്തിന് ശേഷം ഒരു പെഗ്ഗടിച്ച് ശരീരത്തിന് ഒന്ന് കുളിർമ കൊടുക്കാം, അല്ലെങ്കിൽ ശരീരത്തിനൊരു ആശ്വാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് നമ്മൾ പലരും കുടിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ തമാശയ്ക്ക് തുടങ്ങിയ കുടി അതൊരു വലിയ മദ്യത്തോട് വല്ലാത്ത സ്നേഹവും മറ്റുള്ളൊരു കാര്യങ്ങളിൽ ഒരു സ്നേഹം കാണിക്കലില്ലാതെ ആവുകയും ചെയ്തു. പ്രത്യേകിച്ച് മദ്യത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ളൊരു ജീവിത രീതിയിൽ ഭാര്യയോ മക്കളോ ജോലിയോ, അല്ലെങ്കിൽ അവനവൻ്റെ ശരീരം പോലും ഒരു വിലയില്ലാതായി തീരുകയും കുടി മാത്രം മുന്നിട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇത്തരം ഒരു പാതയിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പാഷനേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ആൽക്കഹോൾ, അല്ലെങ്കിൽ അതികഠിനമായ, അല്ലെങ്കിൽ അതിശക്തമായ ഒരു ആൽക്കഹോളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ മദ്യവുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് വിട്ടൊഴിയുക എന്നുള്ളത് അത്ര ഈസി അല്ല, അത്ര വളരെ എളുപ്പമല്ല. നമ്മളെന്നും വായിക്കുന്ന പേജ് നമ്പർ 58 ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്, നാം മദ്യത്തിനോടാണ് ബന്ധപ്പെടുന്നതെന്ന് ഓർക്കുക. സൂത്രശാലിയും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം
സഹായം കൂടാതെ നമുക്ക് താങ്ങാനാവാത്തതാണത്. അവിടെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, കണ്ണിങ്, ബഫ്ലിംഗ് ആൻഡ് പവർഫുൾ. ശക്തനായവൻ, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവൻ, സൂത്രശാലിയായ മദ്യം. ഇവിടെയാണ് നമ്മൾക്ക് മദ്യത്തിനോടുള്ള ഈ ക്രേവിങ്ങിനെ ഡീൽ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുക. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള യാത്രയിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രേവിങ്ങിനെ കുറിച്ചുള്ള ഒരു ചിന്തകളിൽ നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. ഇത് എങ്ങനെ വിട്ടുനിൽക്കാം, ഒരു മാറിയ ജീവിത രീതി, ഈ മദ്യത്തോടുള്ള കൊതിയിൽ നിന്നോ അല്ലെങ്കിൽ ആസക്തിയിൽ നിന്നോ എനിക്ക് എങ്ങനെ മാറി നിൽക്കാം എന്ന് നമുക്കിവിടെ ഈ യാത്രയിൽ പഠിക്കാൻ സാധിക്കും. നമുക്കറിയാം, മദ്യത്തോടുള്ള ഈ കമ്പൽസീവ് ഡിമാൻഡ്, അല്ലെങ്കിൽ എനിക്ക് കുടിക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആവശ്യത്തിന് മുമ്പിൽ ഞാൻ പലതും ബലി കഴിച്ചു. എൻ്റെ ലവ്ഡ് വൺസ്, അല്ലേ, എൻ്റെ സ്നേഹിക്കുന്നവരെ, ചിലരുടെ ഭാര്യ പിരിഞ്ഞുപോയി, മക്കൾ പിരിഞ്ഞുപോയി. നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്, അപ്പൻ മകനെ വെട്ടിക്കൊല്ലുന്നു, മകൻ അപ്പനെ വെട്ടിക്കൊല്ലുന്നു, രണ്ടുപേരും അടിയുണ്ടാക്കി അബദ്ധത്തിൽ മരിക്കുന്നു. അങ്ങനെ ചിലരുടെ കരിയർ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു, ധാരാളം പണം നഷ്ടപ്പെടുന്നു. അങ്ങനെ പല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ അബ്യൂസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഉപയോഗപ്രദമായിട്ട് ജീവിക്കാവുന്ന പല കാര്യങ്ങളും ഞാൻ ഉപയോഗപ്രദമല്ലാത്ത രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്തുകൊണ്ട്? മദ്യം എന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ട്. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, മറ്റുള്ളവരുടെ ഷെയറിങ് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ഭാര്യ പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴമക്കാർ നമ്മളോട് തോളത്ത് തട്ടി പറയാറുണ്ട്, ഓക്കെ, നിൻ്റെ ഭാര്യ പിരിഞ്ഞു പോയിട്ടില്ല, പക്ഷേ പിരിഞ്ഞു പോകാനുള്ള വഴിയിലേക്കുള്ള യാത്രയിലാണ് നീ. നിൻ്റെ മക്കൾ സന്തോഷത്തോടു കൂടി പഠിക്കുന്നുണ്ട്, നല്ല മാർക്കുണ്ട്, പക്ഷേ ഇതിലും കൂടുതൽ മാർക്ക് നിൻ്റെ മക്കൾക്ക് കിട്ടും. നിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, ഓക്കെ, പക്ഷേ ഇനി നിനക്ക് ഒരു പക്ഷേ ആ ജോലി നഷ്ടപ്പെട്ടേക്കാം. നിൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നിനക്ക് തോന്നും ഇനി ഇതൊന്നും നഷ്ടപ്പെടുകയല്ല എന്ന്. പക്ഷേ വീണ്ടും ഒരു കുടി, അല്ലെങ്കിൽ ക്രേവിങ് മൂത്ത് വീണ്ടും കുടിക്കാൻ പോയാൽ ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള യാത്രയിലാണെന്ന് പലപ്പോഴും നമ്മുടെ പഴമക്കാർ നമ്മുടെ തോളിൽ തട്ടി പറയാറുണ്ട്. ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു അഡിക്ഷൻ്റെ സമയത്ത് ഈ തരം മദ്യപാനം അല്ലെങ്കിൽ മദ്യാസക്തി എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുവെന്ന് ഒരു കാരണവശാലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാൻ എല്ലാവരെയും പോലെ സാധാരണ രീതിയിൽ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ മദ്യപിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് മദ്യപിച്ചുകൂടാ? ഞാൻ പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്കൊന്ന് രസിച്ചുകൂടെ എന്നുള്ള ചെറിയ ചെറിയ ചിന്തകളിലും താല്പര്യങ്ങളിലുമൊക്കെ തങ്ങി നിന്നിരുന്ന എനിക്ക് ഇതൊരു അഡിക്ഷനാണെന്നും, അല്ലെങ്കിൽ മദ്യാസക്തി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ദീർഘനാളത്തെ യാത്രകളിലും മാത്രമല്ല, ചെറിയ ചെറിയ ആദ്യ കാലഘട്ടങ്ങളിലെ മീറ്റിങ്ങുകളിലും ചെറിയ അംഗങ്ങളും റിക്കവറി അംഗങ്ങളുമായിട്ടുള്ള സംഗമങ്ങളിലും കാപ്പി കുടിക്കലുകളിലും ഇടയിലെല്ലാം എനിക്ക് എൻ്റെ ആ അഡിക്ഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അത്തരം മനസ്സിലാക്കലുകൾ ഒരു അഡിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം, അത്തരം ചിന്തകൾ അവൻ്റെ ജീവിതത്തിൽ ദൈനംദിനം കടന്നു വരണം. എന്താണ് എൻ്റെ അഡിക്ഷൻ? എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിത രീതിയിൽ അതെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? അതുകൊണ്ട് അത് കൃത്യമായും എനിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ അഡിക്ഷനും, മദ്യാസക്തി ആയിക്കോട്ടെ, ഏത് തരം അഡിക്ഷനാണെങ്കിലും അത് ശക്തമാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോളാണ്, നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതെല്ലാം. അത്തരം അഡിക്ഷൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എങ്ങനെ സഹായം സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് സഹായം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലുണ്ടാവുകയുള്ളൂ. ഓരോ മീറ്റിങ്ങുകളും, ആൽക്കഹോളിക്സ് അനോണിമസിലെ ഓരോ മീറ്റിങ്ങുകളും നമ്മളെ സഹായിക്കുന്നത് ഈ അഡിക്ഷനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള ഉത്തേജകപരമായ അല്ലെങ്കിൽ ആവേശകരപരമായ മറ്റ് വശങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പുറത്ത് കടന്നിട്ട് ജീവിക്കേണ്ട ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുമാണ് നമുക്ക് പലപ്പോഴും മീറ്റിങ്ങിൽ നിന്നെല്ലാം കിട്ടുക. ഏറ്റവും ചുരുക്കത്തിൽ നമ്മുടെ ഭാവിയെ എത്രമാത്രം ബെറ്ററാക്കാം, നന്നായി ജീവിക്കാൻ സഹായിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഓരോ മീറ്റിങ്ങുകളും ഇതുപോലെയുള്ള പഠനങ്ങളും. എനിക്ക് ഈ ചോദ്യം
എന്നോട് തന്നെ ചോദിക്കുമ്പോഴാണ് ക്രേവിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊതി, ആസക്തി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് തുടങ്ങാൻ കഴിയുകയുള്ളൂ. ഹൗ അഡിക്റ്റഡ് ആം ഐ? ഞാൻ എത്രമാത്രം അടിമയാണ്, ആൽക്കഹോളിസത്തോട് അടിമയാണ്. ഈ ഒരു ചിന്ത എന്നിൽ ആദ്യമേ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ മദ്യപാന ആസക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മോഡറേറ്റ് അഡിക്ഷൻ, സിവിയർ അഡിക്ഷൻ, കാറ്റാസ്ട്രോഫിക് അഡിക്ഷൻ, ടെർമിനൽ അഡിക്ഷൻ എന്നൂടെ. അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കാറ്റാസ്ട്രോഫിക് അഡിക്ഷനും അല്ലെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് എത്തിയ ആളുകളാണ് നമ്മൾ മദ്യാസക്തരായിട്ട്, അല്ലെങ്കിൽ ടെർമിനൽ അഡിക്ഷനിലേക്ക് എത്തിയ ആളുകളാണ് നമ്മൾ മദ്യാസക്തരായിട്ട് പരിഗണിക്കുക. മോഡറേറ്റ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ മാത്രമേ കുടിക്കുകയുള്ളൂ, പക്ഷേ ബില്ലുകളെല്ലാം പേ ചെയ്യാൻ പറ്റും. അവന് മറ്റൊരു സഹായം കൂടാതെ എല്ലാം കുടി നിർത്താൻ സാധിക്കും. ചിലപ്പോഴൊക്കെല്ലാം അവർ സ്നേഹിക്കുന്ന ഭാര്യയോ മക്കളോ സ്വന്തക്കാരോ ഒക്കെ നീ കുടിയനാന്ന് പറയുമെങ്കിലും അവരതിനകത്ത് അത്രമാത്രം മോശമായിട്ടുള്ളൊരു കാര്യം കാണുന്നില്ല, അല്ലെങ്കിൽ പണം ധാരാളമായിട്ട് ചിലവഴിക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ സിവിയർ അഡിക്ഷനിലേക്ക് വരുമ്പോൾ അവരെല്ലാ ദിവസവും ഇതൊരു ശീലം പോലെ അവരുടെ ജീവിതത്തിൽ വരും. ബ്ലാക്ക് ഔട്ട്സ്, അതായത് ഓർമ്മക്കുറവ്, മറ്റ് വിഡ്രോവൽ സിംറ്റംസ് നമുക്കറിയാം. രാവിലെ എണീക്കുമ്പോൾ തലേ ദിവസം എന്താണെന്ന് സംഭവിച്ചതെന്ന് മറ്റുള്ളവരോട് ചോദിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ എനിക്ക് മിക്കവാറും അറിയാം, ഭാര്യ അടുക്കളയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ കൂടെ എൻ്റെ സഹോദരിമാരോടൊക്കെ എന്തെങ്കിലും വിളിച്ച് പറയുന്നുണ്ടാവും. അവൻ ഇന്നലെ അങ്ങനെയായിരുന്നു, അവൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയും, അവൻ അങ്ങനെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, അവരാണ് സിവിയർ അഡിക്ഷൻ. അല്ലെങ്കിൽ ഞാനൊരു സിവിയർ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഡിഫിക്കൽറ്റീസ് ഇൻ വർക്കിംഗ്, അല്ലേ, ജോലിയിൽ ഡിഫിക്കൽറ്റി വരുന്നു, പല ജോലികളിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അപ്പോൾ സിവിയർ അഡിക്ഷനിൽ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ ആൽക്കഹോൾ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആവുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പുകയില ഉൽപ്പന്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി അഡിക്ഷനായി വേറൊരു കാര്യത്തിനും കൂടി അഡിക്റ്റഡ് ആവുന്നു. പലപ്പോഴും കൂട്ടുകാരോടും ബന്ധുക്കളോടും സ്വന്തക്കാരോടും ഭാര്യയോട് പോലും ഞാനിന്ന് കുടിച്ചിട്ടില്ല, ഞാൻ 2 കഴിച്ചിട്ടുള്ളൂ, ഞാനിന്ന് കൂട്ടുകാരുടെ അടുത്ത് പോയതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്, അവനെനിക്ക് ഒഴിച്ചു തന്നു, 1 അടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു, ഇങ്ങനെയുള്ള നുണകൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ചിലർ പിന്നെ സ്റ്റീലിങ് ഫ്രം ലവ്ഡ് വൺസ്, അതായത് നമുക്ക് മറ്റൊരു വീട്ടിൽ കയറി കാക്കുന്നത് മാത്രമല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ബാഗിൽ നിന്ന് പൈസ എടുക്കുകയും, അല്ലെങ്കിൽ എൻ്റെ മൂത്ത പെങ്ങളുടെയൊക്കെ സ്വർണം കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി പണയം വെച്ച് കുടിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ സിവിയർ അഡിക്ഷനായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ അവർക്ക് സഹായം കൂടാതെ ഈ കുടി നിർത്താൻ സാധിക്കുകയില്ല. ഇങ്ങനെ സിവിയർ അഡിക്ഷൻ അല്ലെങ്കിൽ കാറ്റാസ്ട്രോഫിക് അഡിക്ഷനിൽ അല്ലെങ്കിൽ ടെർമിനൽ അഡിക്ഷനിലേക്ക് വന്ന ഒരാൾക്ക് തീർച്ചയായും സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ സിവിയർ അഡിക്ഷനിലേക്ക് വന്ന ആളുകൾ ഒരു പക്ഷേ അവരുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ കുടി മൂലം പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ ജോലി, കുടുംബം, സാമൂഹ്യ ജീവിതം, ഇതിനകത്തൊക്കെ ഒരു ഡിഫിക്കൽറ്റീസ് കടന്നു വരുമ്പോഴാണ് അഡിക്ഷൻ ഒരു പ്രശ്നമായി മാറുന്നത്. ഇനിയും അങ്ങോട്ട് കുറച്ച് നീങ്ങി ഈ ടെർമിനൽ അഡിക്ഷനിലേക്കൊക്കെ വരുമ്പോൾ അയാൾക്ക് സ്വന്തമായി വീടുണ്ടാവാത്ത ഹോംലെസ് പേഴ്സണായി മാറിയിട്ടുണ്ടാവും, ഭാര്യ പിരിഞ്ഞു പോയിട്ടുണ്ടാവും, സ്ഥിരമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരുടെ നിന്ന് പണം കടം മേടിക്കുകയും ഒരു റെഗുലർ സ്റ്റീലിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിത്യേന മോഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ കടന്നു വന്നിട്ടുണ്ടാകാം. ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളാൽ അദ്ദേഹം അടിമപ്പെട്ടിട്ടുണ്ടാകാം, ജയിലിൽ കടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രൊബേഷൻ, അതായത് ഏതെങ്കിലും ഒഫൻസസ് കുറ്റകൃത്യം ചെയ്തിട്ട് പോലീസുകാർ ഇവിടെയെല്ലാം പ്രൊബേഷൻ പീരീഡ് കൊടുക്കും. 2 വർഷത്തേക്ക് ഈ 7 to 7 അല്ലെങ്കിൽ 8 to 8 പുറത്തിറങ്ങരുത്, രാത്രി 8 മണി മുതൽ പകൽ 8 മണി വരെ, അതിനാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുക. അങ്ങനെയുള്ള ശിക്ഷാവിധികളിലെല്ലാം ഉണ്ടാകാം. ഏറ്റവും അവസാനമായി പ്രതീക്ഷാരഹിതമായ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനാവാത്ത മിസറബിളായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരാളെയാണ് അഡിക്റ്റഡ് അല്ലെങ്കിൽ ടെർമിനൽ അഡിക്റ്റഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന. കാരണം അവർക്ക് അവരുടെ കൂട്ടുകാർക്കോ ഫാമിലിക്കോ ഒരു പ്രതീക്ഷയും വരാത്ത രീതിയിൽ അവർ മാറ്റപ്പെട്ടിട്ടുണ്ടാകാം. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്ന ഒരു അംഗമാണ് അവൻ ആൽക്കഹോളിക് ആണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത്.
അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത് മറ്റൊരാൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റൊരു അംഗമോ വലിയൊരു ഗ്രൂപ്പോ ഇന്നയാൾ നിങ്ങൾ മദ്യാസക്തനാണ് അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ മദ്യാസക്തനാണെന്ന് പറയുന്നില്ല. എന്നോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഉള്ളിൽ വന്നതിന് ശേഷം ഉള്ളിൽ വന്നതിന് ശേഷം ഞാൻ എന്നെ തന്നെ സ്വയമായി ഞാനൊരു ആൽക്കഹോളിക് ആണ് എന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിനെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറായത്. നമുക്കൊരു പ്ലഷർ അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് മദ്യത്തിന് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 പെഗ് കഴിച്ചിട്ട് നമുക്ക് നിർത്താൻ സാധിക്കുന്നില്ല. ആ 1, 2, 3 പെഗ് കഴിക്കുമ്പോൾ നിർത്തുകയാണെങ്കിൽ നമ്മൾ നോർമൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. നമുക്ക് പിന്നെ കുഴപ്പം അങ്ങനെ കഴിക്കുന്നവരെ ആൽക്കഹോളിക്സ് അനോണിമസ് പരിഗണിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ ഡ്രിങ്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എയെ പറ്റി പറയാത്തത്. പക്ഷേ 3 പെഗ് കഴിഞ്ഞിട്ട് വീണ്ടും ആ സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ആ സമാധാനം കിട്ടും, എൻ്റെ ആ മനസ്സിൻ്റെ ആ സുഖം കിട്ടുമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കുടിക്കുന്നു. അതിനെയാണ് നമ്മൾ റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ഡിസ്കണ്ടൻറ്റ് എന്ന് പറയുന്നത് RID. അത് നമ്മുടെ ഡോക്ടർ സിൽക്ക്വർത്ത് പറഞ്ഞതാണ്. അതായത് വീണ്ടും കിട്ടാതെ വരുമ്പോൾ, അതായത് ആ 2, 3 എന്ന് പറയുന്ന കുറച്ച് പെഗുകൾ അകത്താക്കി കഴിയുമ്പോൾ ലഭിക്കുന്ന അതേ ശരീരവും സുഖവും വീണ്ടും അനുഭവിക്കാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരും ശുണ്ഠിക്കാരും അസംതൃപ്തരുമായി തീരുന്നു എന്നാണ് ഡോക്ടർ സിൽക്ക്വർത്ത് പറയുന്നത്. അതിനാണ് നമ്മൾ RID ഫാക്ടർ എന്ന് പറയുന്നത്, റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടൻറ്റ്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളോട് പഴമക്കാരൊക്കെ പറയാറുണ്ട്, നിനക്ക് 2, 3 പെഗ് അടിച്ച് നിൻ്റെ ജീവിതം നയിക്കാൻ പറ്റുമോ? ഓക്കെ, നിനക്ക് ഇവിടെ അല്ല സ്ഥലം, നിനക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. പക്ഷേ 2, 3 പെഗ് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ ഒരു ക്രേവിങ്, കൊതി, വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ആഗ്രഹം, മെൻ്റൽ ഒബ്സഷൻ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. എല്ലാവരും തന്നെ ഒരു കാലത്ത് സോഷ്യൽ ഡ്രിങ്കേഴ്സ് ആയിരുന്നു. 1, 2 ഞാനൊക്കെ ആദ്യമേ ഒരു ബിയറൊക്കെ അടിച്ച് എനിക്ക് നിർത്താൻ കഴിയുമായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി കള്ള് കുടിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊരു വളരുന്ന രോഗമാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ വെച്ച് കുടിച്ചു തുടങ്ങിയാൽ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അവൻ അതുപോലെയല്ല കുടിക്കുന്നത്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് എത്തിക്കഴിയുമ്പോൾ അതുപോലെയല്ല കുടിക്കുന്നത്. അപ്പോൾ വർഷങ്ങളുടെ പഴക്കം കുടിയുടെ ആക്കം കൂട്ടുകയും പണ്ട് 1 പെഗോ 2 പെഗോ കഴിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ബിയർ കുടിച്ചിരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും പല കാര്യങ്ങളിൽ വളരെ ഇൻ്റലിജൻ്റായിട്ട് ബുദ്ധിപരമായിട്ട് ഇടപെട്ടുകയൊക്കെ ചെയ്തിരുന്ന ആൾക്ക് പിന്നീട് 10-15 വർഷം കഴിയുമ്പോൾ അതേ സംഭവം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പ്ലഷറും കിട്ടുന്നില്ല, ആ സന്തോഷം തിരികെ കിട്ടുന്നില്ല. അയാൾ ഒരു അഡിക്റ്റായിട്ട് മാറിയിരിക്കുന്നു. അയാളുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ബാധിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ ആകുന്നു. 10-80 കിലോ ഉണ്ടായിരുന്നവർ 40-30 കിലോയിലേക്കൊക്കെ തൂക്കം കുറച്ച് ഇല്ലാതെയാകുന്നു. കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാകുന്നു. ജോലി ഒരു പ്രശ്നമല്ലാതെ മാറുന്നു. ഞാനൊക്കെ ചിന്തിക്കുന്ന 32ാമത്തെ വയസ്സിൽ ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പം വീണ്ടും ഒരു മരണത്തിലേക്ക് നടക്കാനായിട്ട് ഒരു മടിയോ അല്ലെങ്കിൽ അവിടെ മറ്റുള്ള കാര്യങ്ങൾ ഒരു തടസ്സമാകുന്നില്ല. ഭാര്യ തടസ്സമാകുന്നില്ല, മക്കൾ തടസ്സമാകുന്നില്ല, അമ്മ തടസ്സമാകുന്നില്ല, അപ്പൻ തടസ്സമാകുന്നില്ല, പെങ്ങന്മാർ തടസ്സമാകുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുടിയുമായി മുന്നോട്ടുള്ള യാത്ര പോവുകയാണ്. മാഞ്ചേരിയിലെ എലിയെയും പൂച്ചയെയും പോലെ എലിയുടെയും പൂച്ചയുടെയും ഒരു ഇത് കാർട്ടൂണൊക്കെ നമുക്കിപ്പോഴും ഉണ്ട്. പണ്ടൊക്കെ നമ്മളെപ്പോഴും സ്ഥിരം കണ്ടുകൊണ്ടിരുന്നതാണ്. പൂച്ച എലിയെ ഓടിച്ചിടുന്നു, എലി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നാലും എലിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും പല ട്രാപ്പിലൂടെയൊക്കെയാണ് എലി കടന്നു പോകുന്നത്. എലി ചിലപ്പോഴെല്ലാം മതിയായ ഗർത്തത്തിലേക്ക് വീഴുന്നുണ്ട്, ചിലപ്പോഴെല്ലാം അപകടകരമായ തീയിലേക്കൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ മൗസ് പിന്നെയും ചുറ്റും. അപ്പം അഡിക്ഷൻ എന്നെ അതുപോലെ പൂച്ചയെ പോലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഒരു ചിത്രം ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത്തരം ഒരു അഡിക്ഷനിലെത്തിയ എൻ്റെ ചിന്ത മുഴുവൻ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, എനിക്ക് ഈ ഗെയിം നന്നായി കളിച്ചു തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ കുടിച്ചു കഴിഞ്ഞാലും ഞാൻ എങ്ങനെ വീട്ടിലെത്തണമെന്നറിയാം, ഇതെനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, എന്നെ നിയന്ത്രിക്കാൻ കഴിയും, എന്നെ ആരും കുടിയെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ഭാര്യ നിങ്ങൾ അധികം കഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവളോട് വല്ലാതെ കയർക്കും. നിൻ്റെ അപ്പനാണ് കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവളോട് ചൂടാവും. അങ്ങനെ വല്ലാതെ മറ്റുള്ളവരെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരുന്നു. നമുക്കറിയാം,
ഒരു മദ്യാസക്തനും അവനെ സ്നേഹിച്ചിരുന്ന, ഒരു കാലത്ത് അവനെ പരിചരിച്ചിരുന്ന, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അവൻ്റെ വൈഫിനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ പേരൻസിനെയോ മാതാപിതാക്കളെയോ കുട്ടികളെയോ ഇൻറ്റിമേറ്റായിട്ടുള്ള ഫ്രണ്ട്സിനെയോ സഹോദരന്മാരെയോ ആരെയും അകറ്റി നിർത്തണമെന്നോ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നോ ഒരഡിക്റ്റും ആഗ്രഹിക്കില്ല, ഒരു മദ്യാസക്തനും ആഗ്രഹിക്കില്ല. പക്ഷേ ഈ ആൽക്കഹോളിനോടുള്ള അടിമത്തത്തിൽ അത് കടന്നു വന്നതാണ്. അഡിക്ഷൻ്റെ കാലത്ത് ഒരു കണ്ണാടിയിൽ എനിക്ക് മുഖം നോക്കാൻ പോലും മടിയായിരുന്നു. കാരണം എൻ്റെ മുഖം ചീർത്ത് കെട്ടിയിരുന്നു. കണ്ണിൻ്റെ അടിയിലൊക്കെ ഭയങ്കരമായിട്ട് കറുപ്പ് നിറമൊക്കെ ബാധിച്ച് ഇപ്പം മരിക്കാം. നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട്, പഴുത്ത് പൊട്ടി എന്ന് പറയുന്ന പോലെ പഴുത്തിരുന്ന ഒരവസ്ഥയിലാണ് ഞാൻ എയിൽ കടന്നു വരുന്നത്. ഒരിക്കൽ നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മളെ ശുശ്രൂഷിക്കുകയും നമ്മളോട് സ്നേഹം കാണിക്കുകയും ചെയ്തിട്ടുള്ള ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആസക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്ന് മുക്തി നേടി ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഡോക്ടർ സിൽക്കോർത്ത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്, ഒരു മദ്യാസക്തന് അവൻ്റെ ശരീരത്തെ ഈ രോഗം എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് അവൻ്റെ മനസ്സിനെയും. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിയാകുന്നവരാണ് മദ്യാസക്തർ. ജീവിതത്തിൽ ഒത്തിരി പൊരുത്തക്കേടുകൾ വന്നവരാണ് മദ്യാസക്തർ. മാനസികമായിട്ട് തകരാറുള്ളവരാണ് മദ്യാസക്തർ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുടി നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നത് എന്ന് പലപ്പോഴും മദ്യാസക്തർ പറയാറുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ശരിയാണെങ്കിലും അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ശരിയാണെങ്കിലും ഈ നമ്മുടെ ശരീരത്തെ ഈ രോഗം നന്നായി ബാധിച്ചിട്ടുണ്ട്, മനസ്സ് പോലെ തന്നെ എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ശാരീരിക വശം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു അമിത മദ്യാസക്തൻ്റെ ഒരു പൂർണ്ണ ചിത്രം അല്ലെങ്കിൽ ഒരു അമിത മദ്യപാന രോഗിയുടെ ചിത്രം അപൂർണമാണ് എന്നാണ് സിൽക്കോർത്ത് പറയുന്നത്. അപ്പോൾ മദ്യാസക്തി ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിച്ചതാണ്. അതുകൊണ്ട് മദ്യത്തോട് ഒരു അലർജി ഉണ്ട്. അലർജി എന്ന് പറയാൻ നമുക്കറിയാം, ഒരു വസ്തു കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെയാണ് അലർജി എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് അവന് മുട്ട കഴിക്കുമ്പോൾ ശരീരത്തിൽ ചെറുതായിട്ട് ചുമന്ന് തടിക്കും. അത് ഡോക്ടറെ കാണിക്കുമ്പോൾ മുട്ടയോടുള്ള അലർജിയാണ്. അപ്പോൾ മുട്ട കൊടുക്കാതിരുന്ന കുഴപ്പമില്ല. അപ്പോൾ ഈ ചിലർക്ക് മീൻ കഴിക്കുമ്പോൾ കുഴപ്പമുണ്ട്. ചിലർ നട്ട്സ് കഴിക്കുമ്പോൾ, കടലകൾ കഴിക്കുമ്പോൾ, ഇവിടെയൊക്കെ സ്കൂളിൽ നട്ട്സ് ഉള്ള ഭക്ഷണം കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത് ഈ അലർജി, ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി മദ്യം എൻ്റെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ അലർജി എന്ന പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ളൊരു പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. ഒരു മുൻകാല മദ്യപാനി എന്ന രീതിയിൽ ഡോക്ടർ സിൽക്കോർത്ത് പറയുന്നത് ഇതാണ് ഒരു ചിത്രം, അല്ലെങ്കിൽ വിശദീകരിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ശരിയായ അർത്ഥത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു അമിത രോഗിയുടെ ശരീരത്തിൽ ഈ മദ്യം അലർജി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ അലർജി എന്ന വാക്കിനെ നമുക്ക് ആർത്തി എന്ന വാക്കോട് ഉപയോഗിക്കാം. അതായത് വീണ്ടും വീണ്ടും മദ്യം കഴിക്കണം. അപ്പോൾ ഒരു അമിത മദ്യാസക്തനിൽ മാത്രമേ ഈ തരം ഒരു പ്രതിഭാസം കാണുകയുള്ളൂ. ഒരു സോഷ്യൽ ഡ്രിങ്കറുടെ അടുത്ത് ഒരു തുള്ളി മദ്യം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പെഗ് കഴിച്ചാൽ, ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ കോളേജിൽ എൻ്റെ ഡയറക്ടറോടൊപ്പം മദ്യം കഴിക്കുമ്പോൾ, സ്റ്റാർ ഹോട്ടലൊക്കെ പോയിരുന്ന് കഴിക്കുമ്പോൾ 2 പുള്ളി മാക്സിമം 1 അടിച്ചു വെച്ചിട്ട് 1-1.5 മണിക്കൂറൊക്കെ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്. പക്ഷേ അതേ സമയം കൊണ്ട് തന്നെ ഒരു ഫുള്ളെങ്കിലും ഞാൻ തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അലർജി ഉണ്ടാകുന്നില്ല, എനിക്ക് ആ അലർജി ഉണ്ടാകുന്നു. അതായത് വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള ഒരു ആസക്തി ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് തരത്തിലുള്ള ഏത് ഫോം ഓഫ് ആൽക്കഹോൾ, ഇപ്പോൾ അത് വൈനായിക്കോട്ടെ, ബിയറായിക്കോട്ടെ, കള്ളായിക്കോട്ടെ, വീട്ടിലുണ്ടാക്കിയ വീഞ്ഞായിക്കോട്ടെ, വിസ്കി ആയിക്കോട്ടെ, ബ്രാൻഡി ആയിക്കോട്ടെ, യാതൊരു വിധത്തിൽ എനി ഫോം ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്, അപ്പോൾ ഏത് തരത്തിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ ഒന്നും കഴിക്കാനായിട്ട് സാധ്യമല്ല എന്ന് ഡോക്ടർ സിൽക്കോർത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ശരീരത്തിലേക്ക് ഒരു അലർജി രൂപപ്പെട്ട ആൾ അവർ എന്തൊക്കെ ശ്രമങ്ങൾ ചെയ്താലും
അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർ പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ടാകും. പക്ഷേ അതൊന്നും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി മാറുകയില്ല. അവരുടെ പ്രശ്നം കുമിഞ്ഞുകൂടുകയും അതിനെ പരിഹരിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മദ്യം ഉളവാക്കുന്ന ഒരു പ്രതികരണം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ സ്ത്രീ പുരുഷന്മാരും മദ്യപിക്കുന്നത്. അവർ 1-2 പെഗ് അടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം, സമാധാനം, സന്തോഷം അവർ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആൽക്കഹോളിക്ക് വീണ്ടും വീണ്ടും കുടിക്കുന്നത് കൊണ്ടാണ് അത് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് അലർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്രേവിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വന്ന ഒരാൾക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പോലും വയ്യാത്ത രീതിയിലേക്ക് തൻ്റെ മാനസിക നില മാറിയിട്ടുണ്ടാകും. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദാരുണമായ അല്ലെങ്കിൽ അന്ത്യവിധിയോടടുത്തവൻ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചവൻ ആയിരുന്ന എന്നെപ്പോലുള്ള മനുഷ്യന്മാരെ ഇതിനകത്തേക്ക് കടന്നു വരികയും അല്ലെങ്കിൽ കൊടും നിരാശതയിലുണ്ടായിരുന്ന എന്നെപ്പോലുള്ള ആൽക്കഹോളിക്ക് ഇവിടെ കടന്നു വരികയും ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് ചില തത്വങ്ങൾ അല്ലെങ്കിൽ 12 പടികൾ എന്ന് പറയുന്ന റൂൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ പാലിക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ഈ മദ്യത്തോടുള്ള ആഗ്രഹം എളുപ്പം നിയന്ത്രിക്കാൻ കഴിയുകയും അതിന് പ്രാപ്തി തരുന്ന ഒരാളായി എന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർക്കോ ഒരു സൈക്കാട്രിസ്റ്റിനോ ഒരു നേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ സാധ്യമായിട്ടുള്ള ഏതൊരു ആൾക്കും അയാൾ നമ്മളോട് സത്യസന്ധത പുലർത്തി നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പകർന്നു തരുമ്പോൾ തന്നെ നമുക്ക് മനുഷ്യശക്തിക്ക് അതീതമായ ഒന്ന് നമ്മൾക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ മാനസിക വ്യതിയാനത്തിന് അല്ലെങ്കിൽ പുതിയൊരു ജീവിത രീതി സ്വീകരിക്കുന്നതിന് മനുഷ്യശക്തിക്ക് അതീതമായ എന്തോ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ പോലും അഭിപ്രായം പറയാറുണ്ട്. ആ ഒരു ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 12 പടികളിലേക്ക് തിരിയുന്നത്. നമ്മളിൽ പലരും പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് വിൽ പവർ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മനോനിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഡോക്ടർ സിൽക്വർത്ത് പറയുന്നത് സിൽക്വർത്തിന് ഈ വിൽ പവറിനോട് യോജിപ്പില്ല എന്നാണ്. കാരണം ചില ആളുകൾ അവരുടെ ബിസിനസ് സമയത്തോ അല്ലെങ്കിൽ അവർക്ക് ചില നിശ്ചിത സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകുമ്പോഴോ അവർ അത് തീർക്കാനായിട്ട് മദ്യം കഴിക്കാതിരിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ മാസങ്ങളോളം അവർ മദ്യം കഴിക്കാതിരിക്കും. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് കഴിയുമ്പോൾ വീണ്ടും സ്വല്പം മദ്യപിക്കുന്നുണ്ടെങ്കിൽ മദ്യത്തോടുള്ള ഈ അമിത ആസക്തി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള അമിതാസക്തി എന്ന പ്രതിഭാസം മറ്റെല്ലാത്തിനുപരിയായി അവരെ ബാധിക്കുന്നതായി കാണാം. അതായത് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ഒരു 6 മാസത്തേക്ക് കുടി നിർത്തിയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങും. പക്ഷേ ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ കുടിക്കുകയാണെങ്കിൽ ഈ ആർത്തി എന്ന പ്രതിഭാസം അല്ലെങ്കിൽ അമിതാസക്തി എന്ന പ്രതിഭാസം എനിക്ക് വേണ്ടിയിട്ടുണ്ടാവുകയും എൻ്റെ പ്ലാനും പദ്ധതികളും ചെയ്യേണ്ട ബിസിനസ്സും ചിന്തകളും എല്ലാം പോവുകയും ഞാൻ വീണ്ടും അമിത മദ്യാസക്തിയിലേക്ക് തുടരുകയും എല്ലാ സംഗതികൾക്കും എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സംഗതികളും മുടക്കം വരികയും ചെയ്യുമെന്ന് സിൽക്വർത്ത് പറയുന്നുണ്ട്. ഈ ഇത്തരം ആളുകൾ കുടിക്കുന്നത് അവരുടെ പ്രശ്നത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിനല്ല, തങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഒരു നിയന്ത്രണത്തിനും അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ആർത്തി അല്ലെങ്കിൽ വീണ്ടും കുടിക്കുക എന്നുള്ള അത്യാസക്തിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നതെങ്കിലും പക്ഷേ അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ അമിത മദ്യാസക്തിയിലേക്ക് തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ആസക്തി അല്ലെങ്കിൽ ക്രേവിംഗ് ഉള്ള ഒരാൾ അതേ പ്രതിഭാസത്തിൽ നിന്ന് തുടരുകയും അല്ലെങ്കിൽ മോചനം നേടാൻ ശ്രമിക്കാതെ വരികയും ചെയ്യുമ്പോൾ അവർ ഒരു പക്ഷേ അവരുടെ മരണത്തിന് വരെ അല്ലെങ്കിൽ സർവനാശത്തിന് വരെ കാരണമാകുന്ന രീതിയിൽ നമ്മുടെ ഈ അത്യാസക്തി നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 32ാമത്തെ വയസ്സിൽ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് ചാടി മരിക്കാമെന്ന് വിചാരിച്ചിരുന്നവനാണ് ഞാൻ.